കച്ചവടമാണോ? എന്നെ കയറ്റുള്ള ആണോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഒരു ചെറിയൊരു കച്ചവടമാണ്. നമ്മൾ വന്നപ്പോൾ മോളവിടെ നിന്ന് സാധനങ്ങളൊക്കെ വിൽക്കുകയാണ്. ഉണ്ണിയപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുകയാണ്. അപ്പോൾ ആ മോളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെ ഐറ്റംസ് വിൽക്കാൻ വെച്ചേക്കുന്നതെന്ന് പറയാമോ? പപ്പടമുണ്ട്. ഇതെല്ലാം മോള് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ? അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലേ? ആ വാ പരിചയപ്പെടുത്തി അച്ഛനും അമ്മേനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തില്ലേ? എന്റെ പേര് അനുശ്രീ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടുപേര്. അതെ. അവിടുത്തെ ടീച്ചർമാരൊക്കെ ഇവിടെ വന്ന് സാധനമൊക്കെ മേടിക്കാറുണ്ടോ? ടീച്ചർമാരൊക്കെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ക്ലാസ് ടീച്ചർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് പൈസ കൊണ്ടുതരും. അതല്ലേ? അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. കൂട്ടുകാരൊക്കെ എന്നാ പറഞ്ഞേ നമ്മുടെ കടേനെ പറ്റി? കൂട്ടുകാരൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കൊണ്ടുതരുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. വീട്ടില് കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ ക്ലാസ്സിലേക്ക് ഉണ്ണിയപ്പവും പപ്പടോടൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടോ? ശശി, അമ്മ ബിന്ദു. അതല്ലേ? നമ്മള് ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ചേച്ചി? അതെയോ? നമ്മുടെ മഴവന്നൂർ വിദ്യാലയത്തിന്റെ ഹരിതകർമ്മ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? കൊള്ളാലോ. നമ്മള് രാത്രി എടുത്ത് ജോലി ചെയ്യും. പലഹാരത്തിന് വേണ്ടി യാത്ര ചെയ്യും. ഞങ്ങൾ ഒരു 2 മണിക്ക് തുടങ്ങി ഒരു 10 മണിയൊക്കെ വരെ ചെയ്തിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ പോകും. ശേഷം വന്നിട്ട് ഞങ്ങൾ 3 മണി 3:30 ആകുമ്പോൾ വീണ്ടും വന്നിട്ട് കൊച്ചുകാരാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്യും. അപ്പോഴേക്കും ചേട്ടൻ ഉച്ച കഴിഞ്ഞ് പണി നിർത്തി വരുമ്പോൾ ഞങ്ങൾ 5 ചേട്ടനും കൂടെ കൂടി തീരണം വരെ 7 മണി 7:30 വരെയൊക്കെ ഇരുന്ന് ഞങ്ങള് ക്ലാസ് വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുക. അല്ല, ചായ കുടിച്ചിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഞങ്ങള് തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ 3 പേരും കയറും. ഇവിടെ തന്നെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. 6 വർഷമായിട്ട്. നെല്ലാട് തന്നെ. ഇതിവിടെ നമ്മുടെ സ്ഥലം. അതല്ലേ? അപ്പൊ ഈ ഒരു സംരംഭം പച്ച പിടിച്ചിട്ട് വേണം നമുക്കൊരു വീടൊക്കെ വെച്ച് തെറ്റാകാനല്ലേ? തീർച്ചയായിട്ടും ഒരു കടയൊക്കെ വെക്കണ്ടേ? കടയൊക്കെ വെക്കണം. അപ്പൊ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തങ്ങ് സപ്പോർട്ട് ചെയ്ത് അല്ലെ ഈ ഒരു സംരംഭം വിജയിക്കുമല്ലേ? വിജയിക്കണം അല്ലേ? ചേട്ടാ പറഞ്ഞേ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? ചേട്ടൻ ഒന്നും മിണ്ടായിരിക്കുന്നേ? ചോദിക്കുമ്പോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ശരിയല്ലോ അല്ലേ? എങ്ങനെ ഇന്ന് കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം ഉണ്ട്, കുഴപ്പമില്ല. ആണോ? പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ പായസം ഉണ്ടായിരുന്നു. ഇന്ന് തീർന്നു പോയല്ലേ? പായസമൊക്കെ തീർന്നുപോയി. പായസം കോഴിക്കോട്ടേക്ക് ഉണ്ടായിരുന്നു. കോഴിക്കോട്ടെ ഉണ്ടോ? എന്തൊക്കെ ഐറ്റം ഉള്ളേ മോളെന്ന് പറഞ്ഞു? എന്തൊക്കെ ഐറ്റം ഉണ്ട്? ഉണ്ണിയപ്പം ഉണ്ട്, അരിയുണ്ട ഉണ്ട്, പപ്പടവട, കോഴിക്കട്ട, പായസം. ഉണ്ടല്ലേ? ഇന്നിപ്പോ അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നല്ലേ? കുഴപ്പമില്ല. നമ്മുടെ അനുശ്രീ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഈ ഒരു ചെറിയൊരു സംരംഭത്തിനെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വഴി വരുന്നവർ ഉറപ്പായിട്ട് ഇവിടെ കയറി ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യണം. ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കണം, ഓർഡറൊക്കെ കൊടുക്കണം. പിന്നെ ഈ സ്പോട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാറ്റുപുഴ വട്ടിവറ്റൻ റൂട്ടിൽ നെല്ലാട് പാലച്ചൂട് സ്പോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇവരുടെ ഈ ഒരു കൊച്ചു സംരംഭത്തിനെ നമ്മുടെ ഒരു ചെറിയൊരു ഷെയറിലൂടെ ഒരു വലിയൊരു വിജയമാക്കി തീർക്കുക. ഇവരുടെ വീടെന്ന സ്വപ്നവും കടയെന്ന സ്വപ്നവും ഒക്കെ അടിപൊളിയാവട്ടെ. നമ്മുടെ ഒരു ഷെയറിലൂടെ അത് നടക്കുമെങ്കിൽ അടിപൊളിയായിരിക്കും.